ആ മരണസംഖ്യ കേട്ട് നെതന്യാഹു ഞെട്ടിപ്പോയി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ അതിശയോക്തി പറഞ്ഞതല്ല, നെതന്യാഹു യഥാർത്ഥത്തിൽ ഞെട്ടി എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കാരണം ഫെബ്രുവരി 15-നാണ് IDF, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് 498 ദിവസത്തെ തടവിന് ശേഷം 3 ബന്ദികളെ മോചിപ്പിച്ചത്. ഈ 3 ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ ഹമാസും മൂന്ന് പേരെ മോചിപ്പിച്ചിരുന്നു. അവർ IDF-ൻ്റെയും ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സസ് അഥവാ സുരക്ഷാ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർക്കൊപ്പം വരികയും വൈദ്യ ചികിത്സ അവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതല്ലേ, ഫെബ്രുവരി 20-ന് മോചിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് നെതന്യാഹു കാണുകയും ചെയ്തു. ഈ ലിസ്റ്റ് വായിച്ച ശേഷമാണ് നെതന്യാഹു പറഞ്ഞത്, മോചിപ്പിച്ചവരുടെ ലിസ്റ്റ് ഞാൻ കണ്ടു, എന്നാൽ മരണമടഞ്ഞവരുടെ ലിസ്റ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേൽ മുഴുവൻ കടുത്ത ദുഃഖത്തിലാണ്. ഇന്ന് ദുഃഖമാചരിക്കുകയാണ്, ഫെബ്രുവരി 21-ന് ദുഃഖമാചരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് ദുഃഖമാചരിക്കുന്നത് എന്നുള്ളതല്ലേ, ഹമാസ് മോചിപ്പിച്ച ഒരു കുടുംബത്തെ ഓർത്താണ് ഇസ്രായേൽ പൂർണ്ണമായും ദുഃഖമാചരിക്കുന്നത്. ഇവിടെയുള്ള അടുപ്പുകൂട്ട് ചർച്ചക്കാരൊക്കെ പറയുന്നത് ഹമാസ് തീവ്രവാദികളെ 498 ദിവസത്തിന് ശേഷവും 500 ദിവസത്തിന് ശേഷവും 13 മാസത്തിന് ശേഷവും എല്ലാം മോചിപ്പിക്കുമ്പോൾ അവരുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഇല്ലാതെയാണ് മോചിപ്പിക്കുന്നത് എന്നുള്ള പച്ച നുണകളാണ് ഇവിടെയുള്ള അടുപ്പുകൂട്ട് ചർച്ചക്കാരെയൊക്കെ പടച്ചുവിടുന്നത്. എന്നാൽ ഈ കുടുംബത്തെ മോചിപ്പിച്ചപ്പോൾ ആ കുടുംബത്തിലെ ആൾക്കാരുടെ ശരീരത്തിൽ ജീവനില്ലായിരുന്നു എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിലുള്ള വസ്തുത. അവരെ ശവമഞ്ചങ്ങളിലായിട്ടാണ് ഹമാസ് ആഘോഷപൂർവ്വം കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 4 മൃതദേഹങ്ങളാണ് ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഇതുപോലെ കൈമാറിയത്. 2023 ഒക്ടോബർ 7 വീട് വളഞ്ഞ് വലിച്ചഴിച്ച് ഹമാസ് ഗാസയിലേക്ക് അവരെ കൊണ്ടുപോയി. 503 ദിവസങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ട 4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ കിബച്ച് സിർ ഓസിൻ്റെ വീട്ടിൽ നിന്നാണ് ഇവരെ വലിച്ചഴിച്ച് കൊണ്ടുപോയത്. ഈ വലിച്ചഴിച്ച് കൊണ്ടുപോയതിൽ ഒരു അമ്മയും 2 കുട്ടികളും. ഈ 2 കുട്ടികളെന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 4 വയസ്സും വേറൊരു കുട്ടിക്ക് 9 മാസം മാത്രമായിരുന്നു ആ പ്രായം. ഈ കുഞ്ഞുങ്ങളെ അടക്കം കൊന്ന് ഹമാസ് ശവമഞ്ചത്തിലാക്കി തിരിച്ചു കൊടുത്തയച്ചതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഹൃദയത്തിൽ വലിയ മുറിവായി മാറിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വലിയ ദുഃഖാചരണം ഇസ്രായേൽ അവരുടെ രാജ്യത്ത് ആചരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് ശേഷം ഹമാസ് ഇവരുടെ മൃതദേഹം അവിടെ ഒരു വേദി കെട്ടി ആ വേദിയിൽ ആ ശവമഞ്ചങ്ങൾ വച്ച ശേഷം വലിയ രീതിയിൽ ആനന്ദ നൃത്തം ചവിട്ടുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ഹമാസ് എന്ന് പറയുന്ന രാക്ഷസന്മാരെ പൂർണ്ണമായിട്ടും തകർക്കണം എന്നാണ് ഇതോടുകൂടി ഇസ്രായേലിലെ പ്രതിപക്ഷമടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആനന്ദ നൃത്തം ചവിട്ടുക മാത്രമല്ല, അവിടെ നെതന്യാഹുവിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുകയും നെതന്യാഹുവിനെ ഒരു വാമ്പയർ, അതായത് രക്തരക്ഷസായി, ഇതാണ് ഇവരുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ രക്തരക്ഷസായി ഈ പാവപ്പെട്ട കുട്ടികളുടെ മൃതദേഹത്തിൽ മുമ്പിൽ വലിയ LCD സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ഇവരുടെ മരണത്തിന് ഇസ്രായേലാണ് കാരണം എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ഇന്നത്തെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഷിറി ബിബാസ് എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ 2 മക്കളായിട്ടുള്ള 4 മാസം പ്രായമുള്ള ഏരിയൽ, 4 വയസ്സ് പ്രായമുള്ള ഏരിയൽ, 9 മാസം മാത്രം പ്രായമുള്ള വിഖിൽ എന്ന് പറയുന്ന കൈക്കുഞ്ഞ്, 83 വയസ്സുള്ള ഒഡേഷ് ലിഫ്ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വാർദ്ധക്യം ബാധിച്ച ഒരാൾ, വൃദ്ധൻ. അങ്ങനെയുള്ള ഇത്രയും ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് തിരിച്ച് കിട്ടിയത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നത് ജീവനോടെയാണ്. ഹമാസ് അവിടെ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെയെല്ലാം ശവമഞ്ചത്തിലാണ് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. കാരണം ഇസ്രായേലിൽ വലിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു, ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ആ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലോട്ട് സൈന്യത്തോട് നീങ്ങാൻ നെതന്യാഹു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ദുഃഖാചരണം നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ആഘാതം കൂടെ വന്നപ്പോൾ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും, അതിമാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ഇരിക്കുന്നത്. എന്തായാലും ഹമാസിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു ചെയ്തി ഇസ്രായേൽ ജനതയുടെ മനസ്സിൽ വലിയ രോഷവും വലിയ ദുഃഖവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത്, മരിച്ചുപോയ ഞങ്ങളുടെ ബന്ദികൾ, അതായത് ഇസ്രായേലി ബന്ദികളുടെ ആ പട്ടിക കണ്ട് ഞാൻ ഞെട്ടി എന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.